നമസ്കാരം, എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ആഗോളവൽക്കരണം ലോകമെമ്പാടുമുള്ള ആളുകൾ, കമ്പനികൾ, ഗവൺമെന്റുകൾ എന്നിവയ്ക്കിടയിലുള്ള ആശയവിനിമയത്തിന്റെയും സംയോജനത്തിന്റെയും പ്രക്രിയയാണ്. ആഗോളവൽക്കരണം എന്ന പദം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ അതിന്റെ നിലവിലെ അർത്ഥം വികസിപ്പിച്ചെടുത്തു. കൂടാതെ പോസ്റ്റിന്റെ അത്ഭുതപൂർവമായ അന്താരാഷ്ട്ര കണക്ടിവിറ്റി വിവരിക്കാൻ 1990-കളിൽ ഇത് ജനപ്രിയമായി. ശീതയുദ്ധ ലോകം, ഗതാഗത, വാർത്താവിനിമയ സാങ്കേതിക വിദ്യയിലെ പുരോഗതി കാരണം 18-19 നൂറ്റാണ്ടുകളിൽ ഇതിന്റെ ഉത്ഭവം കണ്ടെത്താൻ കഴിയും. ആഗോള ഇടപെടലുകളിലെ ഈ വർധനവ് അന്താരാഷ്ട്ര വ്യാപാരത്തിലും ആശയങ്ങൾ, വിശ്വാസങ്ങൾ, സംസ്കാരം എന്നിവയുടെ കൈമാറ്റത്തിനും വളർച്ചയ്ക്കും കാരണമായി. ആഗോളവൽക്കരണം പ്രാഥമികമായി സാമൂഹികവും സാംസ്കാരികവുമായ വശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരസ്പര ബന്ധത്തിന്റെയും സംയോജനത്തിന്റെയും ഒരു സാമ്പത്തിക പ്രക്രിയയാണ്. എന്നിരുന്നാലും തർക്കങ്ങളും അന്താരാഷ്ട്ര നയതന്ത്രവും ആഗോളവൽക്കരണത്തിന്റെയും ആധുനിക ആഗോളവൽക്കരണത്തിന്റെയും ചരിത്രത്തിന്റെ വലിയ ഭാഗമാണ്. ആഗോള വിപണികളുടെ വികാസം ചരക്കുകളുടെയും ഫണ്ടുകളുടെയും വിനിമയത്തിന്റെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉദാരമാക്കുന്നു. അതിർത്തി കടന്നുള്ള വ്യാപാര തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നത് ആഗോള വിപണികളുടെ രൂപീകരണം കൂടുതൽ പ്രായോഗികമാക്കി. സ്റ്റീം ലോക്കോമോട്ടീവ്, സ്റ്റീംഷിപ്പ്, ജെറ്റ് എഞ്ചിൻ, കണ്ടെയ്നർ, കപ്പലുകൾ പോലെയുള്ള ഗതാഗതത്തിലെ പുരോഗതിയും ടെലിഗ്രാഫ്, ഇന്റർനെറ്റ്, മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറുകളിലെ വികസനവും ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.